ഇന്നലെയാണ് സത്യം പറയാൻ മനസ്സ് തട്ടിയത് ഉണ്ടായത് മുഴുവൻ. അതും ഇന്നലെ വൈകിട്ട് പിരായിരി പഞ്ചായത്തിൽ കണ്ണൂട്ടുകാവിലെ ഉത്സവത്തിൻ്റെ അവസാനം. അപ്പം ഇന്നലെ ഒരു 2 മണിക്കൂർ അവിടെയായിരുന്നു. മനുഷ്യർ നമ്മളെ സ്നേഹിച്ചങ്ങ് കൊല്ലുകയല്ലേ, വോട്ട് ചെയ്തവരും ചെയ്യാത്തവരും. ഇവിടെ ഇതുപോലെ ഉണ്ടാവണം താൻ എന്നാണ് പറയുന്നത്. ആ പറഞ്ഞവരിൽ അധികം പേരും നമുക്ക് വോട്ട് ചെയ്തവരല്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അവരാഗ്രഹിക്കുകയാണ്, ഒരു തോറ്റ ഒരാൾ ഇതാ വന്ന് നിൽക്കുന്നു നമ്മുടെ ഇടയിൽ, ജനങ്ങൾക്കിടയിൽ സെൽഫി എടുക്കുന്നു, സംസാരിക്കുന്നു, സ്ത്രീകളും കുട്ടികളുമായിട്ട് സൗഹൃദം പങ്കിടുന്നു, ആഘോഷിക്കുന്നു. ആഘോഷത്തിന്റെ ഭാഗമാവാൻ മടിയില്ലാതെ സ്വന്തം നിരാശ, ഇനി നിരാശ എനിക്കില്ല എന്ന് ഞാൻ ഇന്നലെ വ്യക്തമാക്കിയതാണ്. അങ്ങനെ നിരാശപ്പെട്ടിരിക്കേണ്ട ഒരാൾ ഇതാ വന്ന് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആളുകൾ നമ്മളോട് കാണിക്കുന്ന ഒരു സത്യസന്ധമായ ഒരു വിലയിരുത്തലുണ്ട്. ആ വിലയിരുത്തലിൽ ഞാൻ വിശ്വാസം അർപ്പിക്കുകയാണ്. അങ്ങനെ സംഭവബഹുലമായ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം LDF സ്ഥാനാർത്ഥിയായിരുന്ന P. സാരിൻ ഒപ്പം ഉണ്ട്. എങ്ങനെയുണ്ട്? ആളും ബഹളവും എല്ലാം ഒഴിഞ്ഞ് സ്വസ്ഥമായിട്ടിരിക്കുകയാണ്? അങ്ങനെയല്ല, ആളുകളും ബഹളങ്ങളുമാണ് ഒരു പൊതുപ്രവർത്തകന്റെ വലിയ എനർജി എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് ഒരു വിജയിയും പിന്നെ ബാക്കി പരാജിതരും ഒക്കെയാണല്ലോ ഒരു തെരഞ്ഞെടുപ്പിന്റെ രീതി എന്ന് പറയുന്നത്. ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് എന്നാണ് നമ്മുടെ സിസ്റ്റത്തിനെ പറയാം. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ വിജയി ആയി കഴിഞ്ഞു. ബാക്കി വോട്ടുകൾ കിട്ടിയ ആളുകളെ സ്വാഭാവികമായിട്ടും വിജയോളമുള്ള പരിവേഷത്തിലേക്ക് ആരും കാണേണ്ട ആവശ്യമില്ല. എന്നുവെച്ചാൽ നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങളുണ്ട്, ചുമതലകളുണ്ട്. ഇന്നലെ തന്നെ വൈകിട്ട് പിരായിരിയിലെ കണ്ണുകൂട്ടുകാവ് എന്ന് പറയുന്ന അവിടുത്തെ ഉത്സവത്തിന്റെ അവസാന ദിവസമായിരുന്നു. അപ്പോൾ ഇന്നലെ 1.5 മണിക്കൂർ അവിടെയായിരുന്നു. 1-2 വിവാഹ സൽക്കാരങ്ങൾ. ഇന്നും അതേ ഇപ്പോൾ കുറെ ഏറ്റെടുത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലേക്ക് ഇറങ്ങണം. അപ്പോൾ അതിന് മുന്നുള്ള സമയം നിങ്ങളെയും കാണാം എന്നുള്ളതുകൊണ്ട് സന്തോഷത്തോടെ സ്വീകരിച്ചു എന്നുള്ളതാണ്. നിലവിൽ ഇന്ന് രാവിലെ അധികം തിരക്കുകളൊന്നുമില്ല. അപ്പൊ എന്തെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഈ തിരക്കൊഴിയുന്നത് തിരക്കിലേക്കുള്ള തുടക്കം മാത്രമാണല്ലോ. തിരക്ക് എന്ന് പറയുന്നതും ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഇൻവോൾവ്മെന്റ് ആയിരിക്കും നമ്മുടെ തിരക്കുകൾ, അല്ലാതെ നമുക്കായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതിന്റെ തിരക്കുകളല്ല. അപ്പം നാളെയോ അല്ലെങ്കിൽ വരുന്ന ആളുകളിലോ ജനങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിച്ച ഒരാൾക്ക് 1-2 ദിവസത്തെ ഒരു പ്രിപ്പറേറ്ററി മോഡ് എന്ന് പറയുന്നത് അത് സ്വിച്ച് ഓഫ് ചെയ്യലല്ല. അത് ഈ എന്താ പറയുക, കുതിക്കുന്നതിന് മുന്നേയുള്ള പതുങ്ങൽ എന്നൊക്കെ പറയുന്നത് പോലെ ആലങ്കാരികമായിട്ട് പറഞ്ഞതിനെ വലിയ പർവ്വതീകരിക്കുകയല്ല. പകരം നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് നമുക്കറിയാം. അതിന് വേണ്ടുന്ന സാവകാശം അത് നമ്മുടെ ലൈഫിൽ വരുമ്പോൾ അത് സ്വീകരിക്കുകയാണ്, ആ സാവകാശത്തെ. അത്രയേ ഉള്ളൂ. ഇന്ന് രാവിലെ ഇപ്പോൾ സുപ്രഭാതത്തിന്റെ ഒരു സുപ്രഭാത മുഖപത്രത്തിൽ വന്നത് ഇടതുപക്ഷത്തിനെ പാലക്കാട് വിമർശിച്ചുകൊണ്ടുള്ള ഒരു മുഖപത്രമായിരുന്നു ഇന്ന് വന്നിരുന്നത്. അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? പറഞ്ഞപ്പോൾ എൻ്റെ ശ്രദ്ധയിൽ വന്നു. കുറച്ചു മുമ്പ് സൗഹൃദ സംഭാഷണത്തിൽ ഇത് ചോദിച്ചല്ലോ. അപ്പോൾ ഇങ്ങനൊരു വിഷയം ഞാൻ എന്നിട്ട് ഓൺലൈൻ നോക്കി പെട്ടെന്ന് കണ്ടില്ല. ഞാനത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി അവിടെ പക്ഷം എന്ന് പറഞ്ഞത് മാറിപ്പോയതാവാനാ സാധ്യത. UDFന്റെ ഐക്യജനാധിപത്യ മുന്നണിക്കാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് ഇന്നലെ SDPIയുടെ ആഹ്ലാദ പ്രകടനവും ജമാഅത്തെ ഇസ്ലാമിയുടെ പരസ്യ നിലപാടും മുസ്ലിം മതധ്രുവീകരണത്തിലൂടെ സാധ്യമാക്കേണ്ടുന്ന വിജയം എന്നുള്ള ഒരു വ്യാഖ്യാനവുമൊക്കെ തെരഞ്ഞെടുപ്പിൽ ഉടനീളം വ്യാപകമായി പ്രചരിപ്പിച്ചില്ലെങ്കിലും ആളുകൾക്കിടയിൽ കൃത്യമായി എത്തിക്കുന്നതിൽ വിജയിച്ചൊരു മെഷീനറിയാണ് കോൺഗ്രസിന്റെ മെഷീനറി. സമസ്തയുടെ മുഖപത്രത്തിൽ ഇത്തരമൊരു പരാമർശം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഖേദപൂർവ്വം പറയട്ടെ, അത് പറയേണ്ടത് ഇടതുപക്ഷത്തിനോടല്ല. ഇടതുപക്ഷം അതിനെ തടയാൻ ശ്രമിച്ച, രാഷ്ട്രീയം പറഞ്ഞ് ജനാധിപത്യത്തിന്റെ ഭാഗത്ത് നിന്ന് സംസാരിച്ചവരാണ്. അതിൽ കോൺഗ്രസ് ചെയ്യുന്ന ചെയ്തികളിൽ ഒരാളെ കൂടെ കൂട്ടുമ്പോൾ അയാളിലുള്ള രാഷ്ട്രീയ ബോധ്യങ്ങൾ എത്രത്തോളമാണ് എന്നും എങ്ങനെയാണ് അയാൾ പരുവപ്പെട്ട് വന്നത് എന്നും അയാൾക്ക് അതൊക്കെ ഉപേക്ഷിക്കാൻ ഒരു രാത്രി കൊണ്ട് ഒരു പാളയത്തിലെത്തുമ്പോൾ സാധിക്കുമോ എന്നുള്ളതിന്റെ വ്യാഖ്യാനമായിരുന്നല്ലോ പരസ്യം. ആ പരസ്യത്തിനെ മുൻനിർത്തി ഒരു കൊട്ടുകൊടുക്കാം എന്നുള്ളതാണ് എങ്കിൽ തെറ്റ് സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നു. ജയിച്ചു പോയത് എങ്ങനെയാണെന്ന് UDFനും കോൺഗ്രസിനും അറിയാം. എങ്ങനെയാണ് ന്യൂനപക്ഷ വർഗീയതയെ കൃത്യമായി ഉപയോഗപ്പെടുത്തിയത് എന്ന് അവരുടെ നേതാക്കൾക്കും അറിയാം. അങ്ങനെയുള്ള ഒരു ഉപയോഗപ്പെടുത്തലിനെയാണ് സത്യം പറഞ്ഞാൽ ഒരു മതേതര കാഴ്ചപ്പാടോടുകൂടി സുപ്രഭാതത്തിൽ വാർത്ത വരേണ്ടിയിരുന്നത്. നിർഭാഗ്യകരമായി പോയി. തോറ്റിരിക്കുന്ന ഒരു കക്ഷിയെ കുറ്റം പറഞ്ഞേക്കാം എന്നുള്ളൊരു മനോഭാവത്തിൽ അങ്ങനെ ഒരു പരാമർശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞത്. ആ പരസ്യവും അതുപോലെ തന്നെ നീലപ്പെട്ടി വിവാദവും വളരെയധികം ചർച്ചയായതായിരുന്നു പാലക്കാട്. അത് ഉയർത്തിക്കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ആ പരസ്യം LDFന്റേതായിരുന്നു, ആ നീലപ്പെട്ടി വിവാദം ഉയർത്തിക്കൊണ്ട് വന്നത് LDF ആയിരുന്നു. പക്ഷെ അതിന്റെ ഗുണഭോക്താവ് UDF ആയിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? വോട്ടിന്റെ എണ്ണം കൊണ്ടല്ല ഗുണഭോക്താക്കളെ തീരുമാനിക്കേണ്ടത്. വോട്ടിന്റെ എണ്ണം കൊണ്ടാണെങ്കിൽ 1000-ഓളം വോട്ട്, എനിക്ക് തോന്നുന്നു 890 മറ്റോ വോട്ടുകൾ 2016 അസംബ്ലിയിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ കിട്ടി. 1000 ചില്ലുവാനോ 2000-ഓളം വോട്ടുകൾ ലോക്സഭയിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ കിട്ടി.
അപ്പം അതും സ്വതന്ത്ര ചിഹ്നത്തിൽ നിന്ന് 9ാമത്തെ പേരായിട്ട് ഇതൊക്കെ ഉണ്ടായത് വലിയ വലിയ ഫൈറ്റ് നടത്തിയിട്ട് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ ഏറ്റെടുത്ത പ്രചരണം. അതുപോലെ തന്നെയാണ് ഈ പ്രചരണത്തിന്റെ ഭാഗമായി പറഞ്ഞ ഈ രണ്ട് വിഷയങ്ങളും ആരുടെയെങ്കിലും വോട്ട് കൂട്ടിയെന്നോ അല്ലെങ്കിൽ അതാണ് ജനങ്ങൾ വിലയിരുത്തിയതോ എന്നുള്ളത് തെറ്റായ വ്യാഖ്യാനമാണ്. വോട്ട് കൂടിയത് ഒരേ സമയം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മതധ്രുവീകരണത്തിന്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തി സാമുദായികമായി അതിന് ചേരിതിരിവുണ്ടാക്കുന്നതിൽ UDF കാലാകാലങ്ങളിൽ വിജയിക്കുന്നതിന് ഇത്തവണ വേറെയും കൂടി ഒരു ഫോർമുല പരസ്യമായിട്ട് SDPI ആഹ്ലാദ പ്രകടനം നടത്തുകയാണ്. പാലക്കാടൻ തെരുവുകളിൽ 6 റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായ ആ നിമിഷം മുതൽ UDF അത് വിജയം ഔദ്യോഗികമായി ഏറ്റെടുത്ത് അതിനെ ആഘോഷത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ അതൊക്കെ സമ്മതിച്ചു കൊടുക്കുകയും ജമാഅത്തെ ഇസ്ലാമിയും മറ്റ് സംഘടനകളുമൊക്കെ ഏതൊക്കെ സാമുദായിക ഫ്രിഞ്ച് എലമെന്റുകളുണ്ടോ അതെല്ലാം ഇനി സഖ്യകക്ഷികളാക്കാം, അതിനി പുറത്തു നിർത്തേണ്ട ആവശ്യമില്ല. UDFനെ സംബന്ധിച്ചിടത്തോളം അവരെയൊക്കെ കൂട്ടുപിടിക്കണം. അപ്പോഴല്ലേ കേരളത്തിന് UDFന്റെ തനിമുഖം മനസ്സിലാവുകയുള്ളൂ. അങ്ങനെ ഭാവിയിൽ കൂട്ടുപിടിക്കുമെന്ന് കരുതുന്നുണ്ട്. അല്ല, കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നഷ്ടപ്പെടുന്നത് ഒരു മതനിരപേക്ഷ ഇമേജ് ആവുന്നതുകൊണ്ട് പരസ്യമായിട്ടുള്ള ധാരണയിലേക്കൊന്നും പോകാൻ സാധ്യതയില്ല. രഹസ്യങ്ങൾ ഇങ്ങനെ തുടരും. രഹസ്യങ്ങളുടെ ബാന്ധവങ്ങളുടെ പുറത്ത് മാത്രം ചേലക്കരയിൽ എന്തുകൊണ്ടാണ് ജയിക്കാൻ പറ്റാതെ പോയി? ആലോചിക്കേണ്ട ചോദ്യം പ്രതിപക്ഷത്തിരുന്ന് കോൺഗ്രസ് ഇരുന്ന് ആലോചിക്കേണ്ടത് ഇതാണ്. 1000-ഓളം വോട്ട് ഇവിടെ കഴിഞ്ഞ അസംബ്ലിയിൽ നിന്ന് കൂട്ടി. ഞാൻ നേരത്തെ പറഞ്ഞ 3 ഘടകങ്ങൾ മാറ്റി നിർത്തിയിട്ടും ഏതൊക്കെ ചിഹ്നം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതല്ല 9ാമത്തെ സ്ഥാനത്ത് മത്സരിക്കേണ്ടി വരുന്നു. കഴിഞ്ഞ ദിവസം മാത്രം കോൺഗ്രസിന് വേണ്ടി പറഞ്ഞ ഒരാളെ സ്ഥാനാർത്ഥിയാക്കേണ്ടി വരുന്നു. എന്നിട്ടും 1000 വോട്ട് കൂട്ടുന്നു. ഇടതുപക്ഷത്തിന് വലിയ വിജയം ചേലക്കര സമ്മാനിക്കുന്നു. ഏത് ഭരണവിരുദ്ധതയാണ് ഇവിടെ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ? അങ്ങനെ ഒന്നും ഉണ്ട് എന്നാണല്ലോ ഇവർ പറയുന്നത്. ജനപക്ഷത്ത് നിന്ന് പറയുന്നതും പ്രവർത്തിക്കുന്നതുമായ ഒരു സർക്കാരിനെ വില കുറച്ച് കാണിക്കാൻ ഇവിടുത്തെ വോട്ട് എണ്ണം കൊണ്ടാണ് ശ്രമിക്കുന്നത് എങ്കിൽ നേരത്തെ പറഞ്ഞ ന്യൂനപക്ഷ വോട്ടുകൾ അതുപോലെ വർഗീയത പറഞ്ഞ് വാങ്ങുകയും അതേസമയം BJPയുടെ വോട്ടുകൾ, ഞാൻ വീണ്ടും പറയുന്നു, BJPയുടെ വോട്ടുകൾ ഡീല് ചെയ്യുന്നത് ഒരേ സമയം ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതകളെ താലോലിച്ച് പാലക്കാട് നേടിയ ഈ വിജയത്തിൽ സത്യം പറഞ്ഞാൽ അവിടുത്തെ നേതാക്കൾക്ക് യാതൊരു താല്പര്യവും കാണില്ല. അവര് ആഹ്ലാദ പ്രകടനത്തിന് അണികളുടെ മുന്നിൽ ചിരിച്ച മുഖവുമായി നിൽക്കും. പക്ഷേ നാളെ എന്ത്, ഇനി എങ്ങനെ ഇത് നിലനിർത്തിക്കൊണ്ടു പോകണ്ടേ? ആ ബാന്ധവമൊക്കെ അവസാനിക്കുന്നിടത്ത് UDFന്റെ പരാജയം തുടങ്ങും. അത് പാലക്കാടാണെങ്കിലും കേരളത്തിലാണെങ്കിലും. ഈ ചിഹ്നത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴായിരുന്നു, പാർട്ടി ചിഹ്നം കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ 9ാം സ്ഥാനത്ത് നിന്ന് കുറച്ചുകൂടി മുകളിലേക്ക് ഒരു സ്ഥാനം കിട്ടിയിരുന്നെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാമെന്ന് തോന്നിയിരുന്നു. അങ്ങനെയല്ല, അത് വിലയിരുത്തപ്പെടേണ്ടതാണ്. ഒരു വ്യക്തിക്ക് തോന്നേണ്ട തോന്നലല്ല, അതൊക്കെ വിലയിരുത്തേണ്ടതാണ്. അത് കാരണങ്ങളുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായത്, സ്വതന്ത്ര ചിഹ്നത്തിൽ മതിയെന്ന് തീരുമാനമെടുത്തത്. ആ കാരണങ്ങളെ സാധൂകരിച്ചു. ഒരു വോട്ട് കുറഞ്ഞിരുന്നെങ്കിൽ ഇത് പാളിപ്പോയി എന്ന് പറയാമായിരുന്നു. ഒരു വോട്ട് പോലും കുറഞ്ഞില്ല. എങ്ങനെ? മൊത്തം പോൾ ചെയ്ത വോട്ടുകളിൽ കുറവുണ്ടായിട്ടും LDFന്റെ ഒരു വോട്ട് പോലും കുറഞ്ഞില്ല. 1000-ഓളം വോട്ടുകൾ കൂടി എന്ന് പറയുമ്പോൾ അത് വലിയ രാഷ്ട്രീയം തന്നെയാണല്ലോ. നമ്മൾ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. പറയേണ്ടിയിരുന്നത് മറ്റു തരത്തിലായാൽ ഒരുപക്ഷെ കൃത്യമായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് എത്താൻ എളുപ്പമായിരുന്നു എന്നുള്ള ആലോചന വേണം എന്നേ അതിനർത്ഥമുള്ളൂ. ഈ കണ്ണാടി പഞ്ചായത്തില് CPMന് അടിയുറച്ച വേരുകളുള്ള ഒരു പഞ്ചായത്താണ് കണ്ണാടി പഞ്ചായത്ത്. പക്ഷെ അവിടെയും UDFന്റെ ഒരു കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ട്. UDFന് കടന്നുകയറ്റം ഉണ്ടായില്ല. പകരം കഴിഞ്ഞ തവണ ഇതേ ലീഡാണ് ഏകദേശം ഉണ്ടായത്. ആ ലീഡ് നിലനിർത്താൻ സാധിച്ചുള്ളൂ. കഴിഞ്ഞ തവണ 300-ഓളം വോട്ടുകളുടെ ലീഡായിരുന്നു കണ്ണാടിയിൽ. അത് ഇരട്ടിയായി എന്നുള്ളതേ ഉള്ളൂ. അപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചൊരു ലീഡിലേക്ക് വന്നില്ല. BJPയും കോൺഗ്രസും അവരുടേതായ വോട്ടുകൾ നിലനിർത്തി. നമ്മൾ ആ വോട്ടുകൾ അവരെ ഉപേക്ഷിച്ച് നമ്മളിലേക്ക് വരുമെന്നതാണ് നമ്മുടെ പ്രചരണം കൊണ്ട് ഉദ്ദേശിച്ചത്. വലിയ രീതിയിൽ ജനങ്ങൾ നമ്മളെ സ്വീകരിച്ചു കണ്ണാടിയിൽ. പക്ഷേ അത് വോട്ടായി മാറിയില്ല. മാത്തൂരും അത് ഒരു പരിധി വരെ അങ്ങനെ തന്നെ സംഭവിച്ചു. ഈ 2 പഞ്ചായത്തിൽ നമ്മൾ ലീഡ് ചെയ്തുവെങ്കിലും ആ ലീഡിന്റെ എണ്ണക്കൂടുതൽ നമ്മളെ ബാധിച്ചു. അല്ലെങ്കിൽ വളരെ കംഫർട്ടബിളായി രാഷ്ട്രീയ വിജയം എന്നുള്ള രീതിയിൽ 2ാം സ്ഥാനത്ത് സംഘപരിവാരത്തെ നിലംപരിശാക്കി നമുക്ക് എത്തിയാൽ അത് നമുക്ക് തരുന്നൊരു ഊർജം വ്യത്യസ്ത തലത്തിലുള്ളതാവുമായിരുന്നു. അപ്പൊ അതിലേക്ക് എത്തിയില്ല എന്നുള്ളതിന്റെ ഒരു സങ്കടം ഉണ്ട്. അത് കണ്ണാടിയിൽ കിട്ടാമായിരുന്ന വോട്ടുകൾ കൊണ്ടാണ് നഷ്ടപ്പെട്ടത്. അല്ലെങ്കിൽ മാത്തൂരും കണ്ണാടിയിലും ചേർന്ന് കിട്ടാമായിരുന്ന വോട്ടുകൾ കൊണ്ടാണ് നഷ്ടപ്പെട്ടത്. ഈ സന്ദീപിന്റെ കൂടുമാറ്റം BJPയിലെ വോട്ടുകൾ അങ്ങോട്ടേക്ക് എത്തിച്ചു എന്ന് കരുതുന്നു? അങ്ങനെയില്ല. അങ്ങനെയല്ല അത് പോയത്. വോട്ടുകൾ BJPയുടെ കോൺഗ്രസിൽ എത്തി. പക്ഷെ അത് സന്ദീപ് പോയതുകൊണ്ടൊന്നുമല്ല. BJPയുടെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഡീലുകളിൽ BJPയുടെ എതിർചേരി ഉണ്ടല്ലോ, സ്ഥാനാർത്ഥിയുടെ എതിർചേരി, അവരുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഡീലുകളിൽ തോറ്റാൽ പോലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ സ്ഥാനാർത്ഥിത്വം ഏറ്റെടുത്ത ആളാണ് K. കൃഷ്ണകുമാർ. അദ്ദേഹം ജയിക്കാൻ വേണ്ടി വന്ന ഒരാളുമല്ല.
സ്വന്തം വോട്ട് വരെ അദ്ദേഹം അങ്ങോട്ടേക്ക്, അതുകൊണ്ട് സ്വന്തം പക്ഷക്കാരോട് വരെ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. കാരണം മുൻ MLA-യുമായിട്ടുള്ള എന്താ പറയുക കൊടുക്കൽ വാങ്ങലുകൾ, ആ ഡീലുകൾ നിലനിർത്തിക്കൊണ്ടുപോകേണ്ട ആവശ്യം അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതുകൊണ്ട് അദ്ദേഹം തന്നെ നേരിട്ടത് പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാകാം. അദ്ദേഹത്തിന്റെ എതിർചേരിക്കാരെന്തായാലും അദ്ദേഹം തോറ്റു കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ അത് നഗരസഭയിലടക്കം കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രഭാവത്തെ വിലയിറച്ചു കാണാൻ നഗരസഭാ കൗൺസിലർമാരടക്കം കോൺഗ്രസിന് വോട്ട് ചെയ്തു എന്നാണ് നമുക്ക് കിട്ടുന്ന വർത്തമാനം. അതിന്റെ അർത്ഥം എന്താ? ഒരേ സമയം BJP-യുടെ വോട്ടും SDPI പോലെയുള്ള കൃത്യം വർഗീയത പറഞ്ഞ് മാത്രം BJP-യെ ചാരിയാണ് SDPI വളരുന്നത്, SDPI ചാരിയാണ് BJP വളരുന്നത്. ഇത് രണ്ടിനെയും ചാരിയാണ് കോൺഗ്രസ് വളരുന്നത് എന്നുള്ള ഗതികേടിലേക്ക് കേരളത്തിന്റെ കോൺഗ്രസിന്റെ അധപ്പതനം പൂർണ്ണമാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം. വോട്ടെണ്ണത്തിൽ അഭിമാനിക്കണമെങ്കിൽ അഭിമാനിക്കാം, പക്ഷെ ആശങ്കപ്പെടുകയും അവമതി തോന്നുകയുമാണ് വേണ്ടത് എന്നാണ് വിനയപൂർവ്വം ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കാനുള്ളത്. ഇന്നലെ റിസൾട്ട് വന്നപ്പോഴേക്കും മന്ത്രി MB രാജേഷ് പറഞ്ഞത് പാലക്കാട് സംഘടനയിൽ ചില പോരായ്മകളുണ്ട്, അപ്പോൾ അത് പരിഹരിച്ചുകൊണ്ട് മുന്നേറും എന്നാണ് ഇന്നലെ പറഞ്ഞിരുന്നത്. അങ്ങനെ എന്തെങ്കിലും തോന്നി? അല്ല, അതെല്ലാം സംഘടനാ തലത്തിലുള്ള കാര്യങ്ങളാണ്. ഞാനത് പറയാൻ ഒരാളുമല്ല. ജനറൽ സെക്രട്ടറി, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ് അത് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ രാജേശ്വരൻ അങ്ങനെ പറഞ്ഞത് സ്വാഭാവികമായിട്ടും എവിടെയെങ്കിലും വോട്ട് പെട്ടെന്ന് കിട്ടാവുന്ന ബൂത്തിന്റെ എണ്ണത്തിൽ ഒരു 10 ബൂത്തുകളിൽ കുറവുണ്ടെന്ന് കാണുമ്പോൾ ഉണ്ടായ അദ്ദേഹത്തിന്റെ ഒരു നിഗമനമായിരിക്കാം. പാർട്ടി വിലയിരുത്തലിലേക്ക് കടക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. അതിനുശേഷം ജില്ലാ സെക്രട്ടറി ഔദ്യോഗികമായി തന്നെ പോരായ്മകൾ എന്റെ അഭിപ്രായത്തിൽ കൂടുതലാണ് ചെയ്തത്. എല്ലാം എന്ത് ചെയ്തതും വളരെ വൃത്തിയായി ചിട്ടയായി ഇടതുപക്ഷത്തിന്റെ സ്ഥിരം ശൈലിക്ക് അപ്പുറം കടന്ന് നിങ്ങൾ കണ്ടതാണ്, നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതൊരു ഓളം തന്നെയായിരുന്നു. ഒരു ജീവസുറ്റ തെരഞ്ഞെടുപ്പ് പ്രക്രിയയായിരുന്നു. ഒരു മെഷീനറി അറിഞ്ഞു ചലിച്ചതാണത്. അതിൽ ഒരു പോരായ്മയും വ്യക്തിപരമായി എനിക്ക് തോന്നിയിട്ടില്ല. ഒരു കുറവും ഉണ്ടായതായി അങ്ങനെ തോന്നുന്നില്ല. പക്ഷെ അത് വോട്ടായി മാറുന്നതിൽ, നമ്മുടെ ഈ പ്രചരണം വോട്ടായി മാറുന്നതിൽ വന്ന കുറവുകളായിരിക്കാം MB രാജേഷ് അദ്ദേഹം സൂചിപ്പിച്ചത്. കാലയളവിൽ മനസ്സിൽ തട്ടിയ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ തെരഞ്ഞെടുപ്പ്? ഇന്നലെയാണ് സത്യം പറയാൻ മനസ്സ് തട്ടിയത് ഉണ്ടായത് മുഴുവൻ. അതും ഇന്നലെ വൈകിട്ട് പിരായിരി പഞ്ചായത്തില് കണ്ണൂട്ടുകാവിലെ ഉത്സവത്തിന്റെ അവസാനം. അപ്പൊ ഇന്നലെ ഒരു 2 മണിക്കൂർ അവിടെയായിരുന്നു. മനുഷ്യര് നമ്മളെ സ്നേഹിച്ചങ്ങ് കൊല്ലുകയല്ലേ. വോട്ട് ചെയ്തവരും ചെയ്യാത്തവരും ഇവിടെ ഇതുപോലെ ഉണ്ടാവണം താൻ എന്നാണ് പറയുന്നത്. ആ പറഞ്ഞവരിൽ അധികം പേരും നമുക്ക് വോട്ട് ചെയ്തവരല്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അവരാഗ്രഹിക്കുകയാണ്, ഒരു തോറ്റ ഒരാൾ ഇതാ വന്ന് നിൽക്കുന്നു നമ്മുടെ ഇടയിൽ, ജനങ്ങൾക്കിടയിൽ സെൽഫി എടുക്കുന്നു, സംസാരിക്കുന്നു, സ്ത്രീകളും കുട്ടികളുമായിട്ട് സൗഹൃദം പങ്കിടുന്നു, ആഘോഷിക്കുന്നു. ആഘോഷത്തിന്റെ ഭാഗമാവാൻ മടിയില്ലാതെ സ്വന്തം നിരാശ, ഇനി നിരാശ എനിക്കില്ല എന്ന് ഞാൻ ഇന്നലെ വ്യക്തമാക്കിയതാണ്. അങ്ങനെ നിരാശപ്പെട്ടിരിക്കേണ്ട ഒരാൾ ഇതാ വന്ന് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആളുകൾ നമ്മളോട് കാണിക്കുന്ന ഒരു സത്യസന്ധമായ ഒരു വിലയിരുത്തലുണ്ട്. ആ വിലയിരുത്തലിൽ ഞാൻ വിശ്വാസം അർപ്പിക്കുകയാണ്. ജനങ്ങളാണ് അവസാന ജേതാവ് എന്താണ്. അവസാനം ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിലല്ല സംഭവിക്കുന്നത്. അവരിലേക്ക് എത്തേണ്ട നാൾ അവരെ കണ്ടെത്തി എത്തിക്കും. അതിന് രാഷ്ട്രീയം പറയാൻ, പിരായിരി പഞ്ചായത്തിലെ രാഷ്ട്രീയം കൃത്യമായി പറയണം. അവിടെ പഞ്ചായത്ത് ഭരണം പതിറ്റാണ്ടുകളായി UDF-ന്റെ കയ്യിൽ. മുനിസിപ്പാലിറ്റിയിൽ സീറ്റെണ്ണം ഒറ്റക്കത്തിൽ ചുരുങ്ങേണ്ടി വരുന്ന CPM-നെ അതിന്റെ ഇരട്ടിയോ അതിലേറെയോ വോട്ടുകളിലേക്കും സീറ്റുകളിലേക്കും എത്തിക്കാനുള്ള കൂട്ടായ ഉത്തരവാദിത്തം, ഇതൊക്കെ പാർട്ടി ഏരിയ സമ്മേളനങ്ങളിലേക്ക് കടക്കുകയാണ്. വളരെ ഫോക്കസ്ഡ് ആയിട്ട് നീങ്ങാനുള്ള ഉത്തരവാദിത്തങ്ങൾ ഒരു വ്യക്തി എന്നുള്ള രീതിയിലും ഏൽപ്പിക്കപ്പെടുന്ന ചുമതലകളുടെ ബോധത്തിലും ബോധ്യത്തിലും നിർവഹിക്കാനാണ് താല്പര്യം എന്നുള്ളത്. ഇന്നലെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കൂടി ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ കണ്ടാണ് കുറെ ട്രോളുകൾ കണ്ടു. അതുപോലെ അതൊരു വീഡിയോ കണ്ടിരുന്നു. അതിൽ സാറിന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഒരാൾ കൂകി വിളിക്കുന്ന വിഷ്വൽസും ഒക്കെ ഞാൻ കണ്ടിരുന്നു. അങ്ങനെയുള്ള പരിഹാസങ്ങളോട് എന്താ പറയാ? അതൊരു പരിഹാസമല്ലല്ലോ, ജനാധിപത്യത്തിൽ അവരുടെ അവകാശമല്ലേ. ജേതാവിനെ എങ്ങനെ സ്വീകരിക്കണമെന്നും തോറ്റവനെ എങ്ങനെ സ്വീകരിക്കണമെന്നും ഓരോരുത്തരുടെ ബോധ്യങ്ങളാണ് അവനവനെ പഠിപ്പിക്കുക. തോറ്റയാൾ എല്ലാം കൊണ്ടും തോൽക്കേണ്ടവനാണ് എന്നുള്ള ചില ചിന്തകളായിരിക്കാം, അല്ലെങ്കിൽ തോറ്റവന് സ്ഥാനമില്ല ജനാധിപത്യത്തിൽ എന്നുള്ള അഹങ്കാരമായിരിക്കാം ആളുകളെ കൊണ്ട് തോറ്റവൻ ഒരു സ്ഥാനം നിഷേധിക്കുന്നത്. ആ നിഷേധ രാഷ്ട്രീയത്തിന് വലിയ ആയുസ്സുണ്ടാകില്ല. എനിക്ക് തോന്നുന്നു ഇന്നലെ കൂക്കി വിളിച്ച ആളൊന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോ ഇന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ മനസ്താപമാകാനാണ് സാധ്യത. ഒരു ആവേശത്തള്ളിച്ചയിൽ ചെയ്യേണ്ടതല്ല ഒരു തരത്തിലും ഉള്ള രാഷ്ട്രീയമായിട്ടുള്ള പറച്ചിലും പ്രവൃത്തിയും. അതിലിപ്പോ അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ വികാരം പ്രകടിപ്പിച്ചു, അതിനെ നമ്മൾ മാനിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. അതിന് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. പിന്നെ പാലക്കാട് തന്നെ ഉണ്ടാവും. പാലക്കാട് ജില്ലയിൽ തന്നെയാണല്ലോ എൻ്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പെരുമാറലുകൾ ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ തുടർച്ച പാലക്കാട് ജില്ലയിൽ തന്നെ ആകണം എന്നാണ് ഞാനും ആഗ്രഹിക്കുന്ന മനസ്സുകൊണ്ട്.
അത് തുടർന്നുകൊണ്ടേയിരിക്കും യാത്ര. പാർട്ടി എന്ത് ചുമതല ഏൽപ്പിച്ചാലും തീർച്ചയായിട്ടും പാർട്ടി ഏൽപ്പിക്കുന്നതും പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുക എന്നുള്ളതാണ് ഉത്തരവാദിത്വം. നമ്മൾ എപ്പോഴും വളരെ വൈബ്രന്റ് ആയിട്ട് എനർജറ്റിക് ആയി ഇരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. അത് ഏതെങ്കിലും തരത്തിൽ വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ചെയ്യേണ്ടതെല്ലാം ചെയ്യാൻ ഉണ്ടാകുമെന്നുള്ളതിൽ ഒരു തർക്കമില്ല. അങ്ങനെ പാലക്കാട് വൈബ്രന്റ് ആയി സരിൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ക്യാമറമാൻ ഷിജു ചിറ്റൂരിനൊപ്പം ദിവ്യ, മീഡിയ 1.